എന്ന് ചോദിച്ചാൽ, മിഅ്റാജ് ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു അഷ്റഫുൽ ഖൽഖ് എന്ന് വിശേഷിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് മിഅ്റാജ് ഉണ്ടായത്. അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ള ആളാണ്. സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ള ആളാകുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കണം. മറ്റുള്ളവർ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്താൽ മാത്രമേ അവർക്ക് മഹത്വം കൂടുതലുണ്ടാകൂ. ഇപ്പോൾ 100 പേരിരിക്കുന്ന ഒരു സദസ്സിൽ ഒരാൾ ഹജ്ജ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും ഒരു മഹത്വം ആ സദസ്സിൽ കൊടുക്കും. അതുപോലെ മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് സമൂഹം മഹത്വം കൊടുക്കുന്നത് പോലെ അള്ളാഹുവിന്റെ പടപ്പുകളൊന്നും ചെയ്യാത്ത ചില കാര്യങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യണം. അള്ളാഹു ആ പ്രവാചകരെ കൊണ്ട് ചെയ്യിക്കും. അങ്ങനെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് മിഅ്റാജ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ മിഅ്റാജ് എന്ന് പറയുമ്പോൾ എല്ലാ നബിമാർക്കും മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്. അത് ആത്മീയമായ മിഅ്റാജാണ്. അവരുടെ ആത്മാവ് അള്ളാഹുവിലേക്ക് അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച ഭാഗത്തിലേക്ക് പോയ മിഅ്റാജാണ് എല്ലാ നബിമാർക്കും ഉണ്ടായിട്ടുള്ളത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു മിഅ്റാജ് അല്ല, 34 മിഅ്റാജ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. 34-ൽ 33 മിഅ്റാജ് ഉണ്ടായത് ആത്മീയമായതാണ്. ആത്മീയ ലോകത്തിലേക്ക് ശരീരം ഇവിടെ ഇരിക്കെ അള്ളാഹു കൊണ്ടുപോയതാണ്. അതിൽ ഒരു മിഅ്റാജ് അത് ജസദിയാണ്. ശരീരവും ഒപ്പം യാത്ര ചെയ്തു, ആത്മാവിന്റെ കൂടെ ശരീരവും ഒപ്പം യാത്ര ചെയ്തു പോയ ഒരു മിഅ്റാജാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. മറ്റു നബിമാർക്ക് മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വകദാലിക നുരീ ഇബ്രാഹിമ മലകൂത സ്സമാവാതി വൽ അർദ്, ഖുർആൻ തന്നെ അല്ലാഹു പറയുകയാണ് വകദാലിക നുരീ ഇബ്രാഹിമ. അല്ലാഹു പറയുന്നുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന് കാണിച്ചു കൊടുക്കപ്പെട്ടു. എന്താ കാണിച്ചു കൊടുത്തത്? മലകൂത സ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ രഹസ്യങ്ങളെ, മലകൂത്ത് മലാഖമാരുടെ ലോകത്തിനെ ഒക്കെ ആർക്ക് കാണിച്ചു കൊടുത്തു? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത് നേരിട്ട് കണ്ടതല്ല, അത് ആത്മീയമായ യാത്രയിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുത്തതാണ്. ഭൂമിയുടെയും ആകാശത്തിലെയും സകലമാന രഹസ്യങ്ങളുടെയും കലവറകളെ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ പ്രവാചകന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തനാകണമെങ്കിൽ, ഇതെല്ലാം മറ്റ് നബിമാർ കണ്ടിട്ടുണ്ട് എങ്കിൽ അവരിൽ നിന്നും വ്യത്യസ്തനാകണമെന്നുണ്ടെങ്കിൽ നേരിട്ട് അത് കാണുക എന്നുള്ളതാണ്. നേരിട്ട് കാണുന്നതിലൂടെ നമുക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. എന്തിനാണ് അങ്ങനെ നേരിട്ട് കൊണ്ടുപോയി ഒരു മിഅ്റാജ് അല്ലാഹു നടത്തിയത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ബുക്ക് വായിച്ച് പഠിക്കുന്നതിനേക്കാളും നേരിട്ടൊരു കാര്യം കണ്ട് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാകും, നമ്മുടെ മനസ്സിൽ തങ്ങിയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മക്കയെയും മദീനയെയും അല്ലെങ്കിൽ മക്കയുടെയും മദീനയുടെയും ചരിത്രമുറങ്ങുന്ന കുറെ മണ്ണുകളെ കുറിച്ച് നമ്മളൊരു ബുക്ക് വായിച്ച് പഠിച്ചാൽ നമ്മുടെ മനസ്സിൽ ഉറയ്ക്കാൻ കുറച്ച് താമസമെടുക്കും, ചിലപ്പോൾ കുറേ ദിവസങ്ങളെടുക്കും. അതേസമയം അവിടെ നമ്മൾ നേരിട്ട് പോയി കണ്ടാൽ അത് മനസ്സിൽ അതുപോലെ പതിഞ്ഞിരിക്കും. ഇപ്പൊ അമേരിക്കയെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കയെ കുറിച്ച് എഴുതിയ ഒരു ബുക്ക് അത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാസങ്ങൾ എടുത്താലേ ചിലപ്പോൾ നമുക്കത് വായിച്ച് തീർക്കാനോ അല്ലെങ്കിൽ അത് നല്ലതുപോലെ പഠിക്കാനേ കഴിയും. പക്ഷെ അതേസമയം ഒരാൾ അവിടെ അമേരിക്കയിൽ പോയി അവിടുത്തെ കാഴ്ചകൾ നേരിട്ട് കണ്ടാൽ അത് മനസ്സിലെപ്പാടെ പതിഞ്ഞിരിക്കുകയും ആ ഒരു ദിവസം കൊണ്ട് ഇയാൾ കണ്ട കാഴ്ചകൾ ഒരുപക്ഷെ വിശദീകരിച്ച് കൊടുക്കാൻ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരുപക്ഷെ മാസങ്ങൾ എടുക്കുകയും ചെയ്യും. അപ്പൊ ഈ നിലയിലാണ് ആഖിറത്തിന്റെ ലോകത്തിനെ കാണാൻ അള്ളാഹു നേരിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ കൊണ്ടുപോയി. പല ആളുകളും പറയാറുണ്ട് അതൊരു സ്വപ്നമായിരുന്നു എന്നൊക്കെ. സ്വപ്നമായിരുന്നു മിഅ്റാജ് എങ്കിൽ ഈ 7 ആകാശവും താണ്ടി അള്ളാഹുവിന്റെ റസൂൽ പോയത് സ്വപ്നമായിരുന്നു എന്നുണ്ടെങ്കിൽ, സ്വപ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ടല്ലോ, അതിനൊരു ഐതിഹാസികമായിട്ട് അള്ളാഹു പറയില്ലായിരുന്നു. അള്ളാഹു ഒരു അത്ഭുതമായിട്ടാണ് പ്രവാചകന്റെ ആ മിഅ്റാജിനെ പറഞ്ഞിട്ടുള്ളത് തന്നെ. അങ്ങനെ സ്വപ്നമായിരുന്നുവെങ്കിൽ ഒരിക്കലും അതിൽ ഒരു വലിയ അത്ഭുതം എന്നുള്ള നിലയിൽ പറയേണ്ടുള്ള കാര്യമില്ല. കാരണം സ്വപ്നം നമ്മൾ കാണാറുണ്ട്. നമ്മൾ കാണുന്ന സ്വപ്നത്തിൽ
ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ആകാശത്തിലൂടെ മാറി പറന്ന് നടക്കുന്നത് കാണാം, ഫ്ലൈറ്റ് ഓടിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണും. ഇപ്പൊ ഞാൻ അങ്ങനെ ആകാശത്തിലൂടെ പറക്കുന്ന ഒരു സ്വപ്നം കണ്ടിട്ട് രാവിലെ നിങ്ങളോട് വന്ന് പറയാം, ഞാൻ ഇന്നലെ ആകാശത്തിലൂടെ പറന്ന് നടന്നു. അമേരിക്കയുടെ മുകളിലൂടെ, അല്ലെങ്കിൽ ജപ്പാന്റെ മുകളിലൂടെ, അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ മുകളിലൂടെ ഞാൻ ഇങ്ങനെ പറന്നു നടന്നു എന്ന് പറഞ്ഞാൽ അതിനെ നമ്മളാരും ഉൾക്കൊള്ളില്ല. കാരണം സ്വപ്നം എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ആ സ്വപ്നം കണ്ടതിന്റെ പേരിൽ പ്രവാചകൻ വന്നുകൊണ്ട് അത്ഭുതമായിട്ട് ഇതിന് പറയേണ്ട കാര്യമില്ല എന്ന് വരുമ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഉണ്ടായത് സ്വപ്ന ലോകത്തിലെ ഒരു മേറാജായിരുന്നില്ല. അത് ശാരീരികമായി തന്നെ പ്രവാചകൻ 7 ആകാശവും താണ്ടി അള്ളാഹുവിലേക്ക് പോയിട്ടുള്ള നേരിട്ടുള്ള ഒരു മേറാജാണ്. ഇനി എന്തിനാണ് പ്രവാചകൻ അങ്ങനെ പോയത് എന്ന് ചോദിച്ചാൽ, ഈ ആഖിറത്തിന്റെ ലോകത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വർഗം. സ്വർഗം കണ്ടിട്ടുള്ള നബി, ആ സ്വർഗത്തിൽ താമസിച്ചിട്ടുള്ള ഒരു നബിയുണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാം. സ്വർഗം കാണുകയും ആ സ്വർഗത്തിൽ ആദം നബി അലൈഹിസ്സലാം താമസിക്കുകയും ചെയ്തു. ആദം നബി എന്ന് പറയുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെച്ച് പദവിയുടെ കാര്യം നോക്കുമ്പോൾ വളരെ താഴെയാണ്. അതേ ആദം അലൈഹിസ്സലാം സ്വർഗം കാണുകയും സ്വർഗത്തിൽ താമസിക്കുകയും ചെയ്തു. ഇനി എത്ര കാലം ആദം നബി അവിടെ താമസിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. എന്തായിരുന്നാലും വളരെ നീണ്ട ഒരു കാലഘട്ടം ആദം അലൈഹിസ്സലാം ആ സ്വർഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് അള്ളാഹുവിന്റെ കശ്മിന്റെ അറിവുകളുള്ള ആ രഹസ്യങ്ങൾ അറിയുന്ന ആളുകൾക്ക് അറിയാം എത്ര കാലം ആദം നബി ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ഭൂമിയിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 10,000 കൊല്ലമേ ആയിട്ടുള്ളൂ എങ്കിലും ആദം നബി കോടിക്കണക്കിന് വർഷം ഒരു പക്ഷേ അവിടെ താമസിച്ചിട്ടുണ്ടാകാം. അപ്പൊ പ്രവാചകന്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ വളരെ പ്രവാചകനേക്കാൾ ഒരുപാട് പദവിയിൽ താഴെയിരിക്കുന്ന ഒരു നബിയാകുന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നീണ്ട വർഷങ്ങൾ ആ സ്വർഗത്തിൽ താമസിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളായ ആളുകൾ ആ സ്വർഗത്തിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജീവിച്ചിരിക്കുമ്പോൾ അവിടേക്ക് വിളിക്കുക? മുഅ്മിനീങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് സ്വർഗത്തിൽ. ഈ ലോകത്ത് അല്ലാഹു തആല നിശ്ചയിച്ച ചില ആളുകളുണ്ട്, അതായത് യുദ്ധത്തിൽ ഷഹീദായ ആളുകൾ, അവരൊക്കെ സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഭവം പറയുന്നുണ്ട് സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങളെ കുറിച്ച്. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹു, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു, ഈ രണ്ടുപേരെയും പ്രവാചകൻ സ്വർഗത്തിൽ കാണുന്നുണ്ട്. രണ്ടുപേരും സ്വർഗത്തിലെ ഒരു പക്ഷിയുടെ മുകളിൽ, ആ പക്ഷിയുടെ ചിറകിൽ ഇരുന്നുകൊണ്ട് സ്വർഗത്തിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ആ പറന്ന് നടക്കുന്നതിന്റെ ഇടയിൽ ഇവർ പരസ്പരം ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം കിട്ടിയ കാര്യം ആരാണ് മദീനയിലുള്ള നമ്മുടെ സഹോദരങ്ങളോടൊന്ന് പോയി പറയുന്നത് എന്ന് ഈ രണ്ടുപേരും സ്വർഗത്തിലെ പക്ഷികളുടെ ചിറകുകളുടെ മുകളിൽ ഇരുന്ന് പറന്നു പോകുമ്പോൾ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്. ആ സമയം അല്ലാഹു തആല അവരോട് പറയുന്നുണ്ട്, ഞാൻ അറിയിക്കാം, ഞാൻ തന്നെ ഇത് മദീനയിലുള്ള ആളുകളോട് അറിയിക്കാം, നിങ്ങളുടെ സഹോദരങ്ങളോട് അറിയിക്കാം, നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് അറിയിക്കാമെന്ന് അല്ലാഹു തആല പറയുകയും ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ സമീപത്തേക്ക് വന്നുകൊണ്ട് ആയത്ത് ഓതി കൊടുത്തു. വലാ തഹസ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായ ആളുകൾ അവർ മരിച്ചു എന്ന് നിങ്ങൾ പറയരുത്. ഇൻദ റബ്ബിഹിം യുർസഖൂൻ ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് എല്ലാവിധ സ്വീകരണങ്ങളും എല്ലാവിധമായ ഹൈറുകളും നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലോകത്തിൽ അവർ ജീവിച്ചിരിക്കുകയാണ് എന്നുള്ള ആയത്തിറങ്ങുവാനുള്ള കാരണം തന്നെ ഈ രണ്ട് സഹാബാക്കൾ സ്വർഗത്തിലൂടെ പറന്നു നടക്കുന്ന കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു കൊടുത്തിട്ടാണ് അള്ളാഹു ആ വിശുദ്ധമായ വചനങ്ങളെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലുണ്ടായിരുന്നു. മുഅ്മിനീങ്ങളായ ആളുകൾക്കും സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്നുണ്ടെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹയാത്തിലിരിക്കവേ, ജീവനുള്ള സമയത്ത് തന്നെ ഈ ശരീരവുമായി തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.